എൻ്റെ പേര് സജീവ് ജനാർദ്ദനൻ. ഞാൻ 30 വർഷത്തോളം ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ഞാൻ അതേ സമയത്ത് തന്നെ വിദ്യുച്ഛക്തി ബോർഡിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ലീഡർഷിപ്പിലും ഇരുന്നു. അതിൻ്റെ സംസ്ഥാനതല ലീഡറായിരുന്നു ഞാൻ. എനിക്ക് ജോലി ചെയ്തതിനിടയിൽ ചില പ്രൊമോഷൻസ് കിട്ടി. ഞാനത് പ്രൊമോഷൻ റിലിംഗ്വിഷ് ചെയ്ത കാര്യം അതൊരു മാനേജർ തസ്തികയിലേക്ക് പോയി കഴിഞ്ഞാൽ തൊഴിലാളി സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുകയില്ല. അപ്പോൾ എനിക്ക് തൊഴിലാളികളോടുള്ള ആഭിമുഖ്യം കൊണ്ടും അവരോട് ചേർന്ന് ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും എനിക്ക് പ്രൊമോഷൻ വേണ്ടെന്ന് എഴുതി കൊടുത്ത ഒരാളാണ്. ഞാനതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാ ജീവനക്കാരെക്കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴാ പുതുതായിട്ട് ജോലി കിട്ടി വരുന്ന കുട്ടികളൊക്കെ ഒട്ടനവധി ആൾക്കാർ നല്ല കുട്ടികളാണ്. പഴയകാലം എൻ്റെ സർവീസിൽ കയറുന്ന കാലഘട്ടത്തിലൊക്കെ ഫീൽഡ് സ്റ്റാഫിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു നല്ല വശങ്ങളുള്ളവരാണ്. പൊതുവേ ഞാൻ കാണുന്ന കാര്യം, പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് എല്ലാവരും മദ്യപിക്കുന്നവരെന്നാണ്. KSRTCയിലെയും KSEBിയിലും ജീവനക്കാരൊക്കെ മദ്യപിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നത് ശരിയായിരുന്നു കുറേ കാലം. പക്ഷേ ഇപ്പോൾ കുട്ടികളൊക്കെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്, പണം സൂക്ഷിക്കുന്നവരാണ്, കൈക്കൂലി വാങ്ങിക്കാൻ ശ്രമിക്കാത്തവരാണ്, കൈക്കൂലി വാങ്ങിക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ആ കുട്ടികളുടെ ഇടയിൽ ഈയിടെ എനിക്കൊരു ചെറുപ്പക്കാരനെ കുറിച്ചൊരു വിവരം അറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ്റെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ യോഗേഷ് എന്നാണ്. വിദ്യുച്ഛക്തി ബോർഡിലെ ഒരു മസ്ദൂർ എന്ന് പറയുന്ന തസ്തികയിലാണ് യോഗേഷ് ജോലി ചെയ്യുന്നത്. ആ യോഗേഷ് നന്മ നിറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ യോഗേഷിനെ കാണാനായിട്ട് വന്നത്. ആ നന്മയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് യോഗേഷ് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. യോഗേഷേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ യോഗേഷ് ആ വിഷയങ്ങളെക്കുറിച്ചൊന്ന് പറയുക. ഇത് കഴിഞ്ഞ മാർച്ച് മാസം 23-ാം തീയതി ശനിയാഴ്ചയാണ് യാദൃശ്ചികമായിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ ജോലിയും കഴിഞ്ഞ് പോകുന്ന വഴി ഞാൻ തോണവളയിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ATMൽ ആ കൗണ്ടറിൽ കയറി പൈസ എടുക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ പൈസ എടുക്കാൻ കയറിയപ്പം ആ മെഷീനകത്ത് പൈസ വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ പൈസ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ പുള്ളിയെ പെട്ടെന്ന് വിളിച്ച് അകത്ത് കയറ്റി. ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ പൈസയല്ല, ഇത് ഈ മെഷീനകത്ത് ഇവിടെ വന്നിരുന്നതാണ്, എനിക്ക് മുമ്പ് വന്ന ആരോ പൈസയാണ്, ഇതൊന്ന് സുഹൃത്ത് ആ CCTVയുടെ മുന്നിൽ നിന്നൊന്ന് എണ്ണി തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പയ്യനെ കൊണ്ട് തന്നെ ആ പൈസ എണ്ണിപ്പിച്ച്. അത് 500-ൻ്റെ 40 നോട്ടുണ്ടായിരുന്നു, 20,000 രൂപ. 20,000 രൂപ. ഉടൻ തന്നെ അപ്പം തന്നെ ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അത് ഇൻഫോം ചെയ്തു. ഒരു ലേഡിയാണ് ഫോൺ എടുത്തത്. ഞാൻ പറഞ്ഞു, ഇന്നയാൾക്ക് ഞാൻ KSEBിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഷോക്കോട്ടപ്പാലത്ത് തന്നെ. ഞാനിവിടെ ATM കൗണ്ടറിൽ വന്നപ്പോൾ ഇവിടെ എൻ്റേതല്ലാത്ത ഒരു 20,000 രൂപ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്, അതറിയിക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറഞ്ഞു. ഇവിടെ ആരും പരാതിയായിട്ട് വന്നിട്ടില്ല, നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് ഫുൾ എഴുതിയെടുത്തിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, ബാങ്കില്ല. പിന്നെ 2 ദിവസം എനിക്ക് ജോലി തിരക്കും മറ്റു കാര്യങ്ങളുമായിട്ട് എനിക്ക് ബാങ്കിലും പോകാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഈ പൈസ എൻ്റെ കയ്യിരിക്കുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു വീർപ്പൂട്ടുണ്ടായിരുന്നു. അറിയിച്ചു. പക്ഷേ അങ്ങനെ ഞാൻ പിന്നീട് ഇത് ആരും വരാതായി. പിന്നെ പെസകാലം, ദുഃഖ വെള്ളി, അതൊക്കെ ബാങ്ക് അവധി, അന്നൊക്കെ ബാങ്ക് അവധിയാണ്. പിന്നെ ശനിയാഴ്ച ചെന്ന് മാനേജറുമായിട്ട്, ഫെഡറൽ ബാങ്കിനെല്ലാം മാനേജറുമായിട്ട് കണ്ട് ഞാൻ കഴിഞ്ഞ 23-ാം തീയതി കണക്ക് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു 20,000 രൂപ നിന്ന് കിട്ടി. അത് ആരുടെയാണെന്ന് ബാങ്കിൽ ചെന്നു. ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ATM കൗണ്ടറിനൊപ്പം തന്നെ ഫെഡറൽ ബാങ്കും കൂടെയാണ്, തോണ്ടകുളങ്ങര. അങ്ങനെ മാനേജർ പെട്ടെന്ന് CCTV വിഷ്വൽസൊക്കെ നോക്കി, ആ ടൈമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. വിഷ്വൽസൊക്കെ നോക്കിയിട്ട് ആളെ കണ്ട് ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ഇവിടുത്തെ അക്കൗണ്ടർ തന്നെ ആണെന്ന് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അത് പരിശോധിച്ചപ്പം അവിടുത്തെ ആൾ തന്നെയാണ്. അതെ, കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അപ്പം ഞാൻ പറയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ തരുമോ, പൈസ എനിക്ക് നേരിട്ടൊന്ന് കൈമാറണമെന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഫോൺ നമ്പർ തന്ന്, അത് അതിനടുത്ത് തന്നെയുള്ള ഇന്റർനാഷണലിൽ തന്നെയുള്ള ഒരു സ്റ്റേഷനറി കട നടത്തുന്ന ഒരു അഫ്സൽ എന്ന് പറയുന്ന ആളുടെ ആയിരുന്നു. അതെ, അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് തന്നത്. അപ്പോൾ അങ്ങനെ അയാളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നയാൾക്ക് താങ്കളുടെ പൈസ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തൊട്ട് മുമ്പായിട്ട് മാനേജറും കൂടെ അദ്ദേഹത്തിനോട് സംസാരിച്ചായിരുന്നു ഫോണിൽ. അപ്പം നിങ്ങളുടെ പൈസ ഇവിടെ പോയത് അറിഞ്ഞില്ലേ എന്നൊക്കെ മാനേജർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്,
ഇത് കണക്ക് സാധാരണ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ പോകാറുണ്ട്, പോയിട്ട് റിട്ടേൺ കയറും എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് 20,000 വീതം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ കയറും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് ഇതിനൊക്കെ ഞാൻ മാനേജറെ കണ്ട് സംസാരിച്ച്, ആ മാനേജറാണ് എനിക്ക് നമ്പർ തന്നത്. ചേട്ടൻ എന്തായാലും നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു, ഞാൻ നേരത്തെ ഇത് അറിയിച്ചാണ്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ എനിക്ക് പൈസ അങ്ങ് കയ്യിലേക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2:45 അന്നത്തെ ദിവസം ഒരു 2:45 3 മണിയോടുകൂടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് നേരെ നോർത്ത് സ്റ്റേഷനിലേക്ക് ചെന്ന് CSI ഇല്ലായിരുന്നു, ASI ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പൈസ കൊടുത്തു. ഇത് യാദൃശ്ചികമായിട്ട് മേടിച്ചായിരുന്നു, അത് മേടിപ്പിച്ചായിരുന്നു. അത് ഇവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ അവർ ഒപ്പിടിച്ച് മേടിച്ചായിരുന്നു. ആ പുള്ളിയുടെ കൊണ്ട് ഒപ്പിടിച്ചായിരുന്നു. പിന്നെയാണ് ഇതിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പത്രത്തിലൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പഠിക്കുന്നുണ്ട് കലൂർ, പിന്നെ കമ്പ്യൂട്ടറിൻ്റെ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, അവിടെ ഗിരീഷ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സാറിനോട് ഈ കാര്യം അവതരിപ്പിച്ച സാറാണ് പറഞ്ഞത്, ഇത് പ്രധാന കാര്യമാണ്, ഇതൊന്ന് പത്രത്തിൽ കൊടുക്കണം, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ സാറാണത്. ഏതൊക്കെ പത്രത്തിൽ വന്നായിരുന്നു? മനോരമയിലാണ് വന്നത് ഞാൻ കണ്ടത്, പിന്നീട് വേറെ ഏതൊക്കെ പത്രത്തിൽ വന്നെന്ന് പറയുന്നത്. ഈ അയാളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഈ കാശ് തിരിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ അത് പുള്ളിക്ക് ഇത് മറ്റാരുടെയെങ്കിലും കൈവശം കിട്ടി എന്നുള്ള ഒരു ഇതിലല്ല പുള്ളി, അങ്ങനല്ല. പുള്ളി ഇത് വേറെ ആരുടെ കയ്യിലാണ് ATM കാർഡ് കൊടുത്തു വിടുന്നത്, പുള്ളി നേരിട്ട് വന്നല്ല എടുക്കുന്നത്. അപ്പോൾ പുള്ളി വിചാരിച്ചത് അയാൾ കുത്തി നോക്കി ആദ്യം വന്നില്ല, അപ്പം ഇത് ആദ്യം റിജക്റ്റായി കാണിച്ചെങ്കിലും തിരികെ കയറിക്കോളും എന്നുള്ള വിശ്വാസത്തിൽ പുള്ളി ഇരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ 8 ദിവസമായിട്ടും തിരികെ വരാഞ്ഞിട്ട് എന്തുകൊണ്ട് ബാങ്കിൽ അറിയിച്ചില്ല, എൻ്റെ പൈസ ഇന്നണക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നെങ്കിലും ഒന്ന് അറിയിക്കുന്നു. അപ്പോൾ അതിനൊന്നും പുള്ളി മുതിർന്നില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതൊരു നല്ല വിഷയമാണ്. ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഒരു പുതിയ ജീവനക്കാരനാണല്ലോ, അപ്പോൾ ഇതൊരു അനുമോദിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് എല്ലാവരും പറയും, വേറൊന്നുമല്ല, ഈ നന്മ നിറഞ്ഞവർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ധാരാളമുണ്ട്. ഈ ആളുകളൊക്കെ എല്ലാ കുഴപ്പക്കാരാണെന്ന് പറയുമെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുട്ട് മാറ്റാൻ ഇതുപോലുള്ള തിരുനാളങ്ങൾ ഓരോ വ്യക്തികൾ കത്തിച്ച് വെക്കാറുണ്ട്. ആ തിരുനാളങ്ങളാണ് അടുത്ത തലമുറകൾക്ക് വെളിച്ചമായിട്ട് മാറുന്നത്. അങ്ങനെ ഈ ഒരു ചെറിയ കാര്യത്തിലൂടെ സമൂഹത്തിന് ഒരു ചെറിയ വെളിച്ചം പകർന്ന യോഗേഷിന് എൻ്റെ അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ, നമസ്കാരം.